ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണത്തോടെ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഏത് സമയത്തും യുദ്ധമുണ്ടാകാമെന്ന ആശങ്കയിലാണ് ലോകം. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ രണ്ട് രാജ്യങ്ങളുടെയും യുദ്ധസന്നാഹങ്ങളും സൈനിക ശേഷിയും എപ്രകാരമാണ്? ആർക്കാണ് മുൻതൂക്കം? പരിശോധിക്കാം. ആൾബലത്തിൽ മുൻതൂക്കം ഇറാനാണ്. 5,80,000 സൈനികരും 2 ലക്ഷം റിസർവ്ഡ് സൈനികരും പ്രത്യേക പരിശീലനം നേടിയ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന IRGCയും ഇറാനെ കരുത്തരാക്കുന്നു. മറുവശത്ത് ഇസ്രായേലിന് 1,70,000 സൈനികരാണ് നേരിട്ട് യുദ്ധമുന്നണിയിൽ ഇറങ്ങാനുള്ളത്. 4.5 ലക്ഷം റിസർവ്ഡ് സൈനികരുമുണ്ട്. സൈനിക മേഖലയിൽ പ്രത്യേകിച്ച് ആയുധ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്നത് ഇസ്രായേലാണ്. $23 ബില്യൺ ഇവർ ചെലവിടുന്നത്. അതിനു പുറമെ അമേരിക്കയും ഇസ്രായേലിന് വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനേക്കാൾ കുറവാണ് ഇറാന്റെ സൈനിക ചെലവ്. $6.3 ബില്യൺ അവർ സൈന്യത്തിനായി ചെലവഴിക്കുന്നത്. ആയുധബലത്തിൽ ഇസ്രായേലിനാണ് മുൻതൂക്കം. ഇസ്രായേൽ വികസിപ്പിച്ച മിസൈൽ ഡിഫൻസ് സിസ്റ്റം അയൺ ഡോം ശത്രുപക്ഷത്ത് നിന്നെത്തുന്ന മിസൈലുകളെ തേടിപ്പിടിച്ച് തകർക്കും. ആക്രമണങ്ങളുണ്ടാകുമ്പോൾ ഇസ്രായേലിനെ വലിയ പരുക്കേൽക്കാതെ കാക്കുന്നത് ഇവയാണ്. തിരിച്ച് ആക്രമിക്കാനാണെങ്കിൽ ജെറീക്കോ മിസൈലുകളുണ്ട്. ജെറീക്കോ 3 മിസൈലിന് 4,800 കിലോമീറ്റർ മുതൽ 6,500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. 1,300 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും അവയ്ക്ക് കഴിയും. വ്യോമമേഖലയിലെ കാര്യമാണെങ്കിൽ ഇസ്രായേലിന് 250ഓളം ഫൈറ്റർ ജെറ്റുകളടക്കം 580 വിമാനങ്ങളുണ്ട്. കരമാർഗം അടിക്കാൻ 2000-ൽ പരം മെർക്കാവേ ടാങ്കുകളും. സോഫിസ്റ്റിക്കേറ്റഡ് ഡ്രോണുകൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവയും ഇതിനെല്ലാം ഉപരി ആണവായുധങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഖൊറംഷെയർ ആണ് ഇറാന്റെ മുഖ്യ ആയുധങ്ങളിലൊന്ന്. 1000 മുതൽ 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഖൊറംഷെയർ 1,800 കിലോ വരെ ഭാരം താങ്ങും. 180 ഫൈറ്റർ ജെറ്റുകളടക്കം 340 വിമാനങ്ങളാണ് ഇറാനിയൻ വ്യോമസേനയുടെ കരുത്ത്. ഡ്രോൺ ടെക്നോളജിയിൽ മുൻതൂക്കം ഇറാനാണ്. 2,500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന 500 കിലോ ഭാരം വഹിക്കാൻ കഴിയുന്ന ഷാഹദ് 149 ഡ്രോണുകൾക്ക് ശത്രുപക്ഷത്ത് വൻ നാശം വിതയ്ക്കാൻ സാധിക്കും. 1,600-ലധികം ടാങ്കുകൾ, പാവേ എന്നു പേരുള്ള ക്രൂയിസ് മിസൈലുകൾ, ഖൈബർ ഷഗൻ, ഇബാദ് എന്നീ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങി പ്രഹരശേഷിയുള്ള വിപുലമായ ആയുധശേഖരമുണ്ട് ഇറാന്. ആണവശേഷി വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ഇറാൻ. ആണവായുധങ്ങളുടെ നിർമ്മാണവും ഇറാന് അസാധ്യമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായാൽ വ്യാപകമായ നാശമാവും സംഭവിക്കുക. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകമാകെ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും.